Good morning, my dear students. ഇന്ന് നമ്മൾ നാലാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷത്തെ 1-2 ചാപ്റ്ററിലായിട്ട് നമ്മൾ C++ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചു. നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ടറി കൺസെപ്റ്റുകൾ, പ്രോഗ്രാം എഴുതാനായിട്ട്, പിന്നെ സ്ട്രക്ചർ പോയിൻ്ററൊക്കെ വെച്ച് ചെയ്യാനായിട്ട്, അറേയ്സ് ഉപയോഗിച്ച് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെ അത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഡാറ്റ സ്ട്രക്ചറാണ് പഠിച്ചത്. അതിൻ്റെ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നും അൽഗോരിതംസൊക്കെ നമ്മൾ പഠിച്ചു. അവിടെ കൊണ്ട് അതൊക്കെ തീരുകയാണ്, നിർത്തിവെക്കുകയാണ്. ഇനി നമ്മൾ പുതിയൊരു ഏരിയയിലേക്ക് കിടക്കുകയാണ്. വെബ് പേജസ് എന്താണ്, വെബ്സൈറ്റുകൾ എന്താണ്, എങ്ങനെയാണത് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻസും പിന്നീട് അതിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാംസുകളും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലൊക്കെ ആയിട്ട് കാണുന്നത്. അപ്പം വെബ് ടെക്നോളജിയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇൻ്റർനെറ്റ് ഉപയോഗിക്കാതെ നമുക്കിന്ന് ആർക്കും ജീവിക്കാൻ തന്നെ സാധ്യമല്ലാത്തൊരു കാലഘട്ടമാണ്. ഏതിനും നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളേക്കാൾ ഏറെ ആശ്രയിക്കുന്നത് എന്താണ്? നെറ്റിലുള്ള വിവിധ തരങ്ങളായ വെബ് പേജുകളെയാണ്. നമുക്ക് ഇൻഫർമേഷൻ തരുന്ന വിവിധ തരത്തിലുള്ള വെബ് പേജുകളെയാണ്. അപ്പോൾ വെബ് പേജുകളുടെ കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റുകളെന്ന് പറയുന്നത്. മനസ്സിലായി? പലതരത്തിലുള്ള വെബ് പേജുകൾ ചേർന്ന് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, ഒരു സർവീസിനെ കുറിച്ച്, ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ഒക്കെയുള്ള പലതരത്തിലുള്ള വെബ് പേജുകളുടെ കളക്ഷനാണ് ഒരു വെബ്സൈറ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ആവശ്യങ്ങൾക്കായിട്ട് നമ്മളിന്ന് വെബ് പേജുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട്. നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡെയിലി നമ്മൾ കണ്ടു പോകുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ, ഇപ്പോൾ നമ്മൾ അഡ്മിഷന് വേണ്ടിയിട്ട് HSCAP എന്ന് പറഞ്ഞ സൈറ്റിൽ നമ്മൾ എന്ത് കൊടുത്തു? നമ്മൾ പ്ലസ് വണ്ണിൽ നിങ്ങൾ കൊടുത്തിട്ട് ഉള്ളത് ഓർമ്മയുണ്ടാകും. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺലൈൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. ഇനി നമ്മൾ അടുത്ത ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ അന്നേരവും സബ്മിറ്റ് ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള, പിന്നെ പലവിധ സ്കോളർഷിപ്പുകൾക്ക് വേണ്ടി നിങ്ങൾ ആപ്ലിക്കേഷനുകൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെ ചെറിയ ചെറിയ PSC എക്സാമിന് വേണ്ടി സബ്മിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എൻട്രൻസിന് വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് നമ്മൾ പലതരം കാര്യങ്ങൾക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾക്ക് വേണ്ടി നമ്മൾ നോക്കി വായിച്ച് പഠിക്കാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിന് പകരം നമ്മൾ ഇതിനകത്തുള്ള നോട്ട്സുകൾ നമ്മൾ ഉപയോഗിച്ച് വിക്കിപീഡിയ ഒക്കെ പോലെയുള്ള സൈറ്റുകളിൽ കയറി ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ സിനിമ കാണാൻ ചിലപ്പോഴൊക്കെ ഈ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മണി ട്രാൻസാക്ഷന്, ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിങ് ട്രാൻസാക്ഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഡേ ടു ഡേ ലൈഫിൽ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഏതിനും നമുക്ക് പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ സന്ദർശിക്കുക അത്യാവശ്യമാണ്. നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് ഒരു വെബ് പേജ്, എന്താണ് ഒരു വെബ്സൈറ്റ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. എ വെബ് പേജ് മേ കണ്ടെയ്ൻ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, സൗണ്ട്സ്, ആനിമേഷൻസ് ആൻഡ് മൂവീസ് എക്സെട്ര. A website consisting of several web pages that are designed to give information about an organization, a product, a service, etc. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ, ഒരു സർവീസിനെ കുറിച്ചോ, ഒരു ഓർഗനൈസേഷനെ കുറിച്ചോ, ഒരു ഇൻഫർമേഷൻ തരുന്ന വിവിധങ്ങളായ പേജുകൾ ഉൾക്കൊള്ളുന്ന, വെബ് പേജുകൾ ഉൾക്കൊള്ളുന്ന സൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ വെബ്സൈറ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ചെറുതായിട്ടൊക്കെ നമ്മൾ ചെറിയ ചെറിയ സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. അതിനുള്ള HTML ടാഗുകൾ ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ദിസ് ചാപ്റ്റർ പ്രസൻറ്റ്സ് ആൻ ഓവർവ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓവർ ദ ഇൻ്റർനെറ്റ്
and the role of web servers in it. അപ്പം വെബ് സെർവറുകളെക്കുറിച്ചും വെബ് പേജുകളെക്കുറിച്ചും വെബ്സൈറ്റിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ അതിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ തുടക്കത്തിൽ പഠിക്കുന്നത്. HTML ഈസ് ഓൾസോ നോൺ ആസ് ദ ലാംഗ്വേജ് ഓഫ് ദി ഇൻ്റർനെറ്റ്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന HTML ആണ് ഇൻ്റർനെറ്റിൻ്റെ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ അറിയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് വെബ് പേജുകൾ നമ്മൾ സ്റ്റാറ്റിക്കായ വെബ് പേജുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. HTML tells the browser how to display the contents on a browser window. HTML ആണ് നമുക്ക് വെബ് പേജുകൾ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് ബ്രൗസറിന് ഡയറക്ഷൻസ് കൊടുക്കുന്നത്. The different tools and technologies that are available for developing websites are introduced here. നമ്മൾ പഠിക്കുന്നുണ്ട്, താഴോട്ട് പഠിക്കും. The concepts of dynamic web pages and an overview of the scripting languages are used to make web pages dynamic are also discussed. അതായത് നമ്മളിവിടെ ഞാൻ പറയില്ലേ സ്റ്റാറ്റിക് വെബ് പേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ HTML ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡൈനാമിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ HTML ആസ് വെൽ ആസ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. നമ്മൾ ജാവ സ്ക്രിപ്റ്റാണ് നമ്മളിവിടെ പഠിക്കുന്നത്, അല്ല VB സ്ക്രിപ്റ്റ് ഉണ്ട്, അതുപോലെയൊക്കെയുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉപയോഗിച്ച് ഡൈനാമിക് വെബ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊക്കെ ചെറുതായിട്ട് HTML എംബഡ് ചെയ്ത ലാംഗ്വേജസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം സാധാരണ രീതിയിലുള്ള ചെറിയ ചെറിയ സ്റ്റാറ്റിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ HTML മാത്രം മതിയാവും. അതാണ് നമ്മൾ തുടക്കത്തിൽ പഠിക്കുന്നത്. അതിനടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ ജാവ സ്ക്രിപ്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, വെബ് പേജസ് ആർ ഡെവലപ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് എ ലാംഗ്വേജ് കോൾഡ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അതറിയാം. HTML എന്നാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. ടാഗുകളാണ് അതിൽ ഉപയോഗിക്കുന്നത്. HTML എന്ന ടാഗാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത്. ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്. വെബ് പേജിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നമുക്ക് കാണാം. നമ്മൾ എങ്ങനെയാണ് ഒരു വെബ് പേജ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ സിസ്റ്റമൊക്കെ ഓൺ ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസർ, ക്രോമോ അല്ലെങ്കിൽ ഫയർഫോക്സോ ഏതെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമ്മളതിൻ്റെ അഡ്രസ് ബാറിൽ നമുക്ക് ആവശ്യമുള്ള വെബ് പേജിൻ്റെ സൈറ്റ് നമ്മൾ കൊടുക്കും. ബ്രൗസർ വിൻഡോയിൽ നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ആക്സസ് ചെയ്യേണ്ട, നമുക്ക് നോക്കേണ്ട സൈറ്റിൻ്റെ അഡ്രസ്സ് URL, നമ്മൾ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ URL എന്ന് പറഞ്ഞ അഡ്രസ്സാണ് നമ്മളത് കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് ആ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്, അതാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ സിസ്റ്റത്തിൽ നമ്മുടെ കാണിക്കുന്നത് അതിലേതെങ്കിലും ഒരു ബ്രൗസറിൽ നമുക്ക് ആക്സസ് ചെയ്യേണ്ട, ഓപ്പൺ ചെയ്യേണ്ട വെബ് പേജിൻ്റെ URL നമ്മൾ കൊടുക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഡയഗ്രമായിട്ടുണ്ട്, താഴെ അത് സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ആദ്യം നോക്കാം. ദ ബ്രൗസർ ഡിറ്റർമൈൻസ് ദ URL. അപ്പം ബ്രൗസർ ആ URL നമ്മൾ ആ അഡ്രസ് ബാറിൽ കൊടുക്കുന്നു, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. കണ്ട, ബ്രൗസർ ഡിറ്റർമൈൻസ് ദ URL എന്ന് പറഞ്ഞാൽ അഡ്രസ്സാണ്. അഡ്രസ്സ് നമ്മൾ അഡ്രസ് ബാറിൽ നമ്മൾ ഏത് ബ്രൗസറാണോ എടുത്തത് അതിൻ്റെ വിൻഡോയിൽ നമ്മൾ കൊടുക്കും, അഡ്രസ് ബാറിൽ കൊടുക്കും. ദ ബ്രൗസർ സെക്കൻഡ് സ്റ്റെപ്പ് then sends a request to the DNS server to the user's ISP to get the IP address of the URL. അതായത് നമ്മൾ ബ്രൗസർ URL ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ്, നമ്മൾ ഒരു റിക്വസ്റ്റ്, നമുക്ക് ഈ സൈറ്റ് ആക്സസ് ചെയ്യണമല്ലോ. അപ്പോൾ ആ സൈറ്റ് ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ, ഏത് ഇൻ്റർനെറ്റ് സർവീസാണോ നമ്മൾ എടുത്തിരിക്കുന്ന
സർവീസ് പ്രൊവൈഡറിൻ്റെ ലോക്കൽ DNSലേക്ക് നമ്മൾ ഈ URL റിക്വസ്റ്റ് കൊടുക്കും, ബ്രൗസർ റിക്വസ്റ്റ് കൊടുക്കും. നമ്മളത് അഡ്രസ് ബാറിൽ കൊടുക്കുന്ന URL ഉണ്ടല്ലോ, അത് നമ്മൾ സെൻഡ് ചെയ്യുന്നത് നമ്മുടെ ISPയുടെ സർവീസ് പ്രൊവൈഡറിൻ്റെ, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവറിലേക്കാണ്. എന്തിനാണ്? DNS സെർവർ ഈ URL ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ആക്സസ് ചെയ്യേണ്ട സൈറ്റിൻ്റെ IP അഡ്രസ്സ് തരും, റിട്ടേൺ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദ ബ്രൗസർ ദെൻ സെൻഡ്സ് എ റിക്വസ്റ്റ് ടു ദ DNS സെർവർ ടു ദ യൂസേഴ്സ് ISP ടു ഗെറ്റ് ദ IP അഡ്രസ് ഓഫ് ദി URL. URL കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് കിട്ടും. അതാണ് ഇവിടെ ഡയഗ്രം നോക്കാം. ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ബ്രൗസർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദ ബ്രൗസർ സെൻഡ് എ റിക്വസ്റ്റ് ടു ദ ISP's DNS ഫോർ IP അഡ്രസ്. അപ്പോൾ ഇതാണ് ഇൻ്റർനെറ്റ് നമുക്ക് തന്നിട്ടുള്ള സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവർ. അവിടേക്ക് നമ്മുടെ ബ്രൗസറിൽ നിന്ന് റിക്വസ്റ്റ് കൊടുക്കും, ഏതെങ്കിലും ഒരു URL അയച്ചിട്ട്. എന്തിനാണ്? ആ URLന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യാൻ. അപ്പോൾ ഈ DNS സെർവർ എന്ത് ചെയ്യും? ഈ URL ചെക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് തിരിച്ചിങ്ങോട്ടേക്ക് തരും. അതെവിടെ എഴുതിയേക്കുന്നത്? ദ സെൻഡർ റിട്ടേൺസ് IP അഡ്രസ്. അപ്പോൾ ഈ DNS സെർവർ റിട്ടേൺസ് ദ IP അഡ്രസ് ടു ദ ബ്രൗസർ. നമ്മൾ സെൻഡ് ചെയ്തിടത്തേക്ക് നമുക്ക് IP അഡ്രസ്സ് തിരിച്ചു തരും. മനസ്സിലായി? അതാണ് ഇവിടെ നടക്കുന്നത്. ബാക്കി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ദ ISP DNS സെർവർ റീപ്ലേസസ് വിത്ത് IP അഡ്രസ്. അപ്പോൾ ഈ URLന് പകരം IP അഡ്രസ്സ് നമ്മൾ മനസ്സിലാക്കി, അത് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കിട്ടി നമുക്ക്. ഇനി എന്തായിരിക്കും? ഈ IP അഡ്രസ്സ് കിട്ടിയല്ലോ, ആ IP അഡ്രസ്സ് ഉള്ള വെബ് സെർവറിലേക്ക് നമ്മൾ നമ്മുടെ ബ്രൗസറിൽ നിന്ന് ഒരു TCP കണക്ഷൻ, ഇൻ്റർനെറ്റ് കണക്ഷൻ, TCP കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതാണ് ദ ബ്രൗസർ ദെൻ മേക്സ് എ TCP കണക്ഷൻ ടു ദ വെബ് സെർവർ അറ്റ് ദ IP അഡ്രസ്. IP അഡ്രസ്സ് കിട്ടി, നമുക്ക് ആവശ്യമുള്ള ആക്സസ് ചെയ്യേണ്ട സൈറ്റിൻ്റെ IP അഡ്രസ്സ് കിട്ടി. ആ IP അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ വെബ് സെർവറിലേക്ക് ആ IP അഡ്രസ്സിൽ വെബ് സെർവറിൽ ഒരു TCP കണക്ഷൻ ഈ ബ്രൗസറിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും, കണക്ഷൻ വരും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? then it sends a get request to the required file to the web server. എന്നിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ വെബ് സെർവറിൽ നമ്മൾ നമ്മുടെ ബ്രൗസറും ആ വെബ് സെർവറും ആയിട്ടൊരു കണക്ഷനായി, TCP കണക്ഷനായി, ഇൻ്റർനെറ്റ് കണക്ഷനായി, IP അഡ്രസ്സിൽ ആ സൈറ്റിന് വേണ്ടിയിട്ട് കണക്ഷനായി. എന്നിട്ട് നമ്മുടെ ബ്രൗസറിൽ നിന്ന് ഒരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കുക, ഏത് ഫയൽ, ഏത് വെബ് പേജ് നമുക്ക് ഇങ്ങോട്ട് വേണ്ടത്. അപ്പോഴെന്ത് ചെയ്യും? ആ വെബ് സെർവറിൻ്റെ അഡ്രസ്സ് കിട്ടിയല്ലോ, വെബ് സെർവർ എന്ത് ചെയ്യും? ആ കറസ്പോണ്ടിങ് ഗെറ്റ് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് ആ പേജ് തിരിച്ച് നമ്മുടെ ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യും. മനസ്സിലായി? വെബ് പേജ് സെൻഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും? ആ ബ്രൗസർ ആ വെബ് പേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരും. അതാണ് നടക്കുന്നത്. TCP കണക്ഷൻ. എന്നിട്ട് എന്ത് ചെയ്യും? ദ വെബ് സെർവർ റിട്ടേൺസ് ദ വെബ് പേജ്. വെബ് സെർവർ എന്ത് തരും? ബ്രൗസറിലേക്ക് ആ വെബ് പേജ് റിട്ടേൺ ചെയ്യും. എന്നിട്ട് നമ്മുടെ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് റിലീസ് ചെയ്ത് ഇല്ലാതാവും. ദ ബ്രൗസർ പ്രോസസ് ദ കണ്ടന്റ് ഓഫ് ദി വെബ് പേജ് ആൻഡ് ഡിസ്പ്ലേസ്. എന്നിട്ട് ബ്രൗസർ തന്നെ നമുക്ക് അതിൻ്റെ കണ്ടന്റ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ ബ്രൗസർ വിൻഡോയിൽ കാണിച്ചു തരും, ഡിസ്പ്ലേ ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് വെബ്സൈറ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ, മോണിറ്ററിൽ, ലാപ്പിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. ഒന്നുകൂടി ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ നമ്മൾ ഈ സിസ്റ്റത്തിലിരുന്ന് നമ്മുടെ ബ്രൗസറിൽ നമ്മളൊരു റിക്വസ്റ്റ് ഒരു URL അഡ്രസ് ബാറിൽ കൊടുത്തു. നമുക്ക് ആവശ്യമുള്ള സൈറ്റിൻ്റെ വെബ് പേജിൻ്റെ അഡ്രസ്സാണ്. അത് കൊടുക്കുന്ന എവിടേക്കാണ്? നമ്മളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ DNS സെർവറിലേക്കാണ്. DNS സെർവർ ഈ URL ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് IP അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്ത് IP അഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും?
ആ IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ് സെർവറിലേക്ക് ഒരു TCP കണക്ഷൻ നമ്മുടെ ബ്രൗസർ ആ വെബ് സെർവറുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. IP അഡ്രസ്സ് കിട്ടിയല്ലോ. ആ IP അഡ്രസ്സിലുള്ള വെബ് സെർവറും നമ്മുടെ ബ്രൗസറും തമ്മിലുള്ള ഒരു TCP കണക്ഷൻ, ഇൻ്റർനെറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ബ്രൗസർ എന്ത് ചെയ്യും? നമുക്ക് ഏത് വെബ് പേജാണോ വേണ്ടത് ആ വെബ് പേജിൻ്റെ വെബ് പേജ് കിട്ടാനായിട്ടൊരു ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കും. അല്ലെങ്കിൽ പോസ്റ്റ് ആയാലും മതി, ഗെറ്റാണ് ഉപയോഗിക്കുന്നത്. ഗെറ്റ് റിക്വസ്റ്റ് കൊടുക്കും. അപ്പോൾ ഈ വെബ് സെർവർ ആ ഗെറ്റ് റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റ് തിരിച്ച് നമ്മുടെ ബ്രൗസർ വിൻഡോയിലേക്ക് റിട്ടേൺ ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വെബ് പേജാണ് ആ TCP കണക്ഷൻ റിലീസ് ചെയ്യും, ഡിസ്കണക്ട് ചെയ്യും. എസ്റ്റാബ്ലിഷ് ചെയ്തു, പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതില്ലാതാവും. അതിനുശേഷം നമ്മുടെ ഈ ബ്രൗസറിലെത്തി നമ്മൾ ആവശ്യമുള്ള വെബ് പേജ്, ആ വെബ് പേജിനെ നമ്മുടെ ബ്രൗസർ എന്ത് ചെയ്യും? നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളൊരു വെബ് പേജ് കിട്ടാനായിട്ട് നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പ്രോസസ്സിങ് നടക്കുന്നത്. ഇൻ്റർനെറ്റിൽ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം സെൻഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറും റിസീവ് ചെയ്യുന്ന കമ്പ്യൂട്ടറും ഒരു സെയിം പ്രോട്ടോക്കോൾ, ഒരു സെയിം നിയമങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കമ്പ്യൂട്ടറിനും, സെൻഡറിനും റിസീവറിനും പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്താനും ഡിവൈസസുകൾ തമ്മിൽ തിരിച്ചറിയാനും കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും എളുപ്പമാണ്. In order to communicate on the web, computer or devices need to understand each other. This is made by making all devices follow the same protocol. ഒരേ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ഡിവൈസുകളാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ എളുപ്പമാണ്. സോ നമ്മൾ ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്ന ഈ പ്രോട്ടോകോളിന് പറയുന്ന പേരാണ് TCP/IP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. ഈ TCP/IP എന്ന പ്രോട്ടോകോളാണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ സെൻഡറും റിസീവറും അതിൻ്റെയൊക്കെയുള്ള പ്രോട്ടോകോളാണ് TCP/IP. അപ്പം സെൻഡറിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡേറ്റയെ TCP/IPയിലെ TCP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഡിഫറെൻറ്റ് പാക്കറ്റാക്കി, ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി ബ്രേക്ക് ചെയ്ത് ആ പാക്കറ്റുകളെ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പം ഈ സെൻഡറിനും റെസിപ്പിയൻറ്റിനും ഇടയ്ക്ക് ഇതിനെ ഇൻ്റർകണക്റ്റ് ചെയ്യുന്ന, ഈ മെസ്സേജുകളെ റൂട്ട് ചെയ്യുന്ന ചില ഡിവൈസസുകളുണ്ട്, ഇൻ്റർഫേസ് ഡിവൈസസ് ഉണ്ട്. അതിനെയാണ് റൗട്ടേഴ്സ് എന്ന് പറയും. അപ്പം ഈ പാക്കറ്റാക്കുന്ന ഇൻഫർമേഷനുകളെ, ഡേറ്റകളെ ഈ റൗട്ടേഴ്സിൽ കൂടെ പാസ് ചെയ്ത് അതിൻ്റെ ഡെസ്റ്റിനേഷനായ കമ്പ്യൂട്ടറിൽ എത്തിച്ചേർക്കും. അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പാക്കറ്റാക്കി ബ്രേക്ക് ചെയ്യുന്നത് TCP എന്ന പ്രോട്ടോക്കോളാണ്. ഈ റൂട്ടേഴ്സിൽ കൂടെ കടത്തിവിട്ട് പാസ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡേറ്റ പാക്കറ്റ്സിനെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്നാണ് യൂസ് ചെയ്യുന്നത് TCP/IP. TCP എന്ത് ചെയ്യും? ഒറിജിനൽ ഡേറ്റയെ, സെൻറ്ററിൽ നിന്ന് വരുന്ന ഡേറ്റയെ ബ്രോക്കൺ പല പീസാക്കി ബ്രേക്ക് ചെയ്ത് ചെറിയ പാക്കറ്റാക്കി ഈ റൂട്ടേഴ്സിൽ കൂടെ പാസ് ചെയ്യും. അപ്പോൾ റൂട്ടേഴ്സിൽ കൂടെ അത് പാസ് ചെയ്ത് കറക്റ്റ് റൂട്ടിൽ എത്തി ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ IP പ്രോട്ടോക്കോൾ ആവശ്യമാണ്. വീണ്ടും ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിനെ പല പീസാക്കി ബ്രേക്ക് ചെയ്തല്ലോ, പാക്കറ്റാക്കി ബ്രേക്ക് ചെയ്തല്ലോ, ആ പാക്കറ്റിനെ എല്ലാം എന്ത് ചെയ്യും? തിരിച്ച് ഒരുമിച്ചാക്കും.
തിരിച്ച് ഒറ്റ ഡാറ്റ പാക്കറ്റാക്കി മാറ്റും. അതിന് വീണ്ടും നമുക്ക് TCP ആവശ്യമാണ്. അപ്പം TCP എന്ന ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ് ഡാറ്റയെ ചെറിയ ചെറിയ പാക്കറ്റാക്കി ബ്രേക്ക് ചെയ്യുന്നതും. അതുപോലെ റെസിപ്പിയൻ്റ് കമ്പ്യൂട്ടറിൽ ഈ പാക്കറ്റായിട്ട് വരുന്ന ഡാറ്റകളെ വീണ്ടും റീസ്ട്രക്ചർ ചെയ്ത് ഒറിജിനൽ ഡാറ്റയാക്കി മാറ്റുന്നത് ആരാണ്? വീണ്ടും TCP ആണ്. ഇതിനിടയ്ക്ക് റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് IP പ്രോട്ടോക്കോൾ. അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണുന്നത്. ഇത് സെൻഡർ, ഇത് റിസീവർ. ഇതിനിടയ്ക്ക് ഈ പ്രോട്ടോക്കോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. TCP ബ്രേക്സ് ദ ഡാറ്റ ഇൻറ്റു പാക്കറ്റ്. പല പല പാക്കറ്റാക്കി ഒറ്റ വലിയ ഡാറ്റയ്ക്ക് പകരം ചെറിയ ചെറിയ സ്മോൾ പാക്കറ്റ് ഓഫ് ഡാറ്റയാക്കി ബ്രേക്ക് ചെയ്യുന്നു. ആ ബ്രേക്ക് ചെയ്ത പാക്കറ്റ് ഈ റൂട്ടേഴ്സിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇവിടെ എല്ലാം ഉണ്ട് പലതരത്തിൽ, പല റൂട്ടാണ്. ഇങ്ങനെ വരാം, ഇതിലെ കൂടെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകാം, അങ്ങനെ പല റൂട്ടിങ്ങാണ്. അപ്പോൾ റൂട്ടേഴ്സിൽ കൂടെ പാസ് ചെയ്തു. അതിനാണ് ദ പാക്കറ്റ്സ് ട്രാവൽ ഫ്രം ദ റൗട്ടർ ടു റൗട്ടർ ഓവർ ദ ഇൻ്റർനെറ്റ് അക്കോർഡിംഗ് ടു IP അനുസരിച്ച് ഇത് ഏതെങ്കിലും ഒരു റൗട്ടറിൽ കൂടെ ഒരു പാത്ത് തിരഞ്ഞെടുത്ത് പാസ് ചെയ്ത് എവിടെ വരുന്നു? ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവിടെ ഡെസ്റ്റിനേഷനിൽ പാക്കറ്റ് ഓഫ് ഡാറ്റ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതിനെ റീയൂണിയൻ ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നതിനെല്ലാം കൂടി പഴയ ഡാറ്റ പോലാക്കി സെൻറ്റർ സെൻഡ് ചെയ്ത പോലുള്ള ഡാറ്റ പോലാക്കി അയക്കുന്നു. അതാണ് TCP again reassembles the data packet back to the original form. അപ്പം TCP ആണ് ബ്രേക്ക് ചെയ്തതും TCP ആണ് റീഅസംബിൾ ചെയ്യുന്നത്. അതിനിടയ്ക്ക് IP റൂട്ടിങ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഡാറ്റകൾ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക് റെസിപ്പിയൻറ്റിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഡാറ്റ പാക്കറ്റ് സെൻഡ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ഇത് ഇൻട്രഡക്ഷനാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബിലൂടെ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് കണ്ടു. പിന്നെ ഇതിൻ്റെ ഒരു ടെക്നോളജിയുടെ ഒരു ഇൻട്രഡക്ഷനുമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.